ഒരു ഉപ്പ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ഉപ്പ പറഞ്ഞെന്നറിയോ? 18 വയസ്സ് വരെ ആ മോളെ പോറ്റി വളർത്തിയ ഞാന്, ആ കുട്ടി ചെറിയ കുട്ടിയായിരിക്കെ എന്റെ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോ അവൾ കിടന്നുറങ്ങുന്ന തൊട്ടിലുണ്ടല്ലോ, ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, കയറുകൊണ്ട് തുണി കെട്ടി ഉണ്ടാക്കിയ തൊട്ടിൽ, ആ തൊട്ടിലിൽ ചെന്ന് അവളുടെ കാലിലും അവളുടെ വയറ്റത്തും അവളുടെ നെറ്റിയിലുമൊക്കെ ഞാനിങ്ങനെ തൊട്ടിലിന്റെ തുണി ഇങ്ങനെ വിടർത്തി ഉമ്മ വെച്ചാൽ ഉണർന്നു പോകുമോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ പതുക്കെ ആ തുണി ഇങ്ങനെ വിടർത്തി, ചില സമയത്ത് കയറൊക്കെ ഇങ്ങനെ ഉയർത്തി പിടിച്ച് എന്റെ ചുണ്ടുകൾ അവിടെ നെറ്റിയിലും മുഖത്തും കാലിലുമൊക്കെ വെച്ചത് ഞാൻ ഓർക്കുകയാണ്. എന്നിട്ട് ആ മോളുടെ പേര് കോടതിയുടെ മുറ്റത്ത് നിന്ന് കാമുകന്റെ കൈ പിടിച്ച് നടന്നു പോകുമ്പോ ആവർത്തിച്ചു വിളിച്ചു ഞാൻ. അവൾക്ക് ഞാനിട്ട പേര് വിളിച്ചു, വീട്ടിൽ വിളിക്കുന്ന ഓമന പേര് വിളിച്ചു. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പാപ്പാ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ എനിക്കിത്ര ദുഃഖമുണ്ടാകുമായിരുന്നില്ല. എന്റെ വിളി കേട്ടില്ല അവൾ, തിരിഞ്ഞു നോക്കിയില്ല അവൾ. എന്റെ വിളിയോ അവളെ പ്രസവിച്ച അവളുടെ ഉമ്മയുടെ വിളിയോ ഇല്ല, തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കാമുകന്റെ കൈ പിടിച്ച് നടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, ആ രംഗത്തെ കുറിച്ച് കണ്ണീരോടുകൂടി ആ വാപ്പ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും ഈ കുറ്റങ്ങളൊക്കെ എന്ന് പുതിയ ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾ ശരിക്ക് ചിന്തിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്.